ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല, അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല. കേരളത്തിൽ നിന്ന് ഒരു വിഷയം കൂടി പറയട്ടെ. BJP ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ്. നവംബർ 30 വരെ 684 ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് 254 പള്ളികളാണ്, മതസ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്, ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. അല്ല, പ്രധാനമന്ത്രിയോട് ആളുകൾ സംസാരിക്കുന്നതിന് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് അവർക്ക് സംസാരിക്കേണ്ടി വരും. പ്രധാനമന്ത്രി കാണണം എന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റും. ഇവിടെ മുഖ്യമന്ത്രി പറയുമ്പോൾ അവർ പോയി കാണുന്നില്ല. അവരെ ചർച്ച ചെയ്യണമല്ലോ, കാരണം അവർക്ക് സംരക്ഷണം വേണമല്ലോ. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരം എന്തിനാണ് അവർ വിനിയോഗിക്കാതിരിക്കുന്നത്? ഞങ്ങൾക്ക് അവർ പോകുന്നതിന്, പ്രധാനമന്ത്രി വിളിച്ചാൽ അവർ പോകുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമല്ലോ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് 254 ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടാണ്. ഒരു ദിവസം 2 ക്രൈസ്തവർക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. എല്ലായിടത്തും സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണം നടത്തുമ്പോഴാണ് കേരളത്തിലെ BJPക്കാർ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുള്ള വിശദീകരണം അവർ കൊടുക്കട്ടെ. കേരളത്തിലെ ഒന്നും കാര്യമില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി CPM-ൽ നിന്ന് എത്ര പേര് ഇപ്പോൾ കോൺഗ്രസിൽ ചേരുന്നുണ്ട്, പല പ്രാദേശിക തലത്തിൽ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ എല്ലാ പാർട്ടിയിലും പോകുന്നില്ല ആൾ. ഹമാസ് നിലപാടിൽ ശശി തരൂർ ഉറച്ചു നിൽക്കുകയാണ്. ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്ത അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് അദ്ദേഹം അത് വ്യക്തമാക്കിയതാണല്ലോ. അദ്ദേഹം കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം സ്വതന്ത്ര പാലസ്തീന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ റെസൊല്യൂഷനാണ് അത്. VD സതീശനും ശശി തരൂരിനും ഒരുപോലെ ബൈൻഡിങ് ആണ്. ഞങ്ങൾക്ക് ആർക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല. കോൺഗ്രസ് റെസൊല്യൂഷനിൽ എഴുതി വയ്ക്കാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ശശി തരൂരിന് പറയാൻ പറ്റും, ആർക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിലൊന്നും വിവാദം വേണ്ട. അദ്ദേഹം അത് കൃത്യമായ വ്യക്തത വരുത്തിയ കേസാണ്. ഈ ആക്രമിച്ച സംഭവത്തിൽ ഏറെ വൈകിയാണ് കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് പോലും കുറുപ്പുംപടി പോലീസ് കേസെടുക്കുന്നത്. പക്ഷെ അതേസമയം ഈ മാധ്യമപ്രവർത്തകരെ അടക്കം പ്രതി ചേർക്കാൻ പോലീസ് 24 ന്യൂസിന്റെ റിപ്പോർട്ടർ പ്രതി ചേർക്കും. നിങ്ങൾക്കറിയാലോ, ഞാനന്ന് കേസെടുത്തപ്പോൾ അന്ന് രാവിലെ പരിഹസിച്ചല്ലേ, കേരളത്തിൻ്റെ പോലീസിന് ഇത്രയും പരിഹാസ്യമാക്കരുതെന്ന് പറഞ്ഞതല്ലേ. കോടതിയിൽ നിന്ന് കിട്ടിയല്ലോ, അവർക്ക് ജാമ്യം കൊടുത്തല്ലോ. പക്ഷേ വനിതാ പത്രപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്തു. മാധ്യമങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുകയാണ്, എല്ലാവരെയും ഭയപ്പെടുത്താൻ നോക്കുകയാണ്, വിമർശിക്കുന്നവരെ ഭയപ്പെടുത്താൻ നോക്കിയാണ്. അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്ര. മുഖ്യമന്ത്രി ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയ പാരമ്പര്യവും അനുഭവജ്ഞാനവുമുള്ള ഒരാൾ ഇതുപോലെ ഭരണസ്ഥാനത്ത്, അധികാര സ്ഥാനത്ത് ഇരുന്നിട്ട് ഇതുപോലെ പെരുമാറുമെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. അവരുടെ സമനില തെറ്റിയിരിക്കുകയാണ്. അവരാണിത്. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവുമാണ് കേരളത്തെ ഈ സ്ഥിതിയിൽ കലാപഭൂമിയാക്കി മാറ്റിയത്. പരിഹാസ്യമായി ഈ നവകേരള സദസ്സ് നടത്തി 44 ദിവസം ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് പോലും തുറയ്ക്കാൻ കഴിയാതെ, ഒരു ഔട്ട്കമില്ലാതെ, ഒരു റിസൾട്ട് ഇല്ലാതെ നാട്ടുകാരുടെ ചെലവിൽ ഇലക്ഷൻ പ്രചരണം നടത്തി തിരിച്ചു വന്നിരിക്കുക. എല്ലാ സ്റ്റേജിലും വെച്ച് പ്രതിപക്ഷത്തിനെതിരായി രൂക്ഷമായ ആക്രമണമാണ്. ഞങ്ങളൊക്കെ കൊടുക്കുന്ന നികുതി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവ് നടത്തിയിട്ടാണ് ഈ പരിപാടി നടത്തിയത്. അല്ല, ഞങ്ങൾ എങ്ങനെയാണ് ഇവരുടെ കൂടെ പോകുന്നത്? ഈ കൂടെ പോയവർക്കൊക്കെ കിട്ടിയല്ലോ നന്നായിട്ട്.